ഹലോ ഡിയർ റെസ്ലിംഗ് ഫാൻസ്. അങ്ങനെ WWE റോയൽ റംബിൾ 2025 ഫെബ്രുവരി 2-ാം തീയതി നമുക്കെല്ലാവർക്കും ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷത്തെ വിന്നർ എന്ന് പറയുന്നത് കോഡി റോഡ്സാണ്. കോഡി റോഡ്സാണ് ഇപ്പോഴത്തെ WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ. അപ്പോൾ ഇത്തവണത്തെ റോയൽ റംബിളിലെ മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള 30 Man ഓവർ ദ ടോപ്പ് റോപ്പ് ബാറ്റിൽ റോയലിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു റാൻഡം പ്രഡിക്ഷനാണ്. അതുപോലെ തന്നെ വിന്നറും ആരാണെന്നുള്ളത് ഇപ്പോഴത്തെ സ്റ്റോറി ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു റാൻഡം പ്രഡിക്ഷനാണ്. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3 തൊട്ട് 30 വരെയുള്ള ഓർഡറിലല്ല, ജസ്റ്റ് റാൻഡമായിട്ട് ഇട്ടേക്കുവാണ്. ഓക്കെ, സോ ഓൾറെഡി റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ജോൺ സീന, ഡ്രൂ മാക്കിൻടയർ, സെത്ത് റോളിൻസ്, CM Punk, Jey Uso, Jimmy Uso, Roman Reigns, Damian Priest, Finn Balor, Sheamus, Rey Mysterio, Kevin Owens, റാൻഡി ഓർട്ടൺ റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി കെവിൻ ഓവൻസുമായിട്ടൊരു ഫ്യൂഡ് ഇവർ തമ്മിൽ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത് റോയൽ റംബിളിൽ നിന്നായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ സ്റ്റോറി ലൈൻ വെച്ചിട്ട്. അതായത് കെവിൻ ഓവൻസും കോഡി റോഡ്സും തമ്മിൽ ലാഡർ മാച്ച്, WWE ചാമ്പ്യൻഷിപ്പിനുള്ള ലാഡർ മാച്ച് ഈ റോയൽ റംബിൾ ഉണ്ടായിരിക്കുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി കെവിൻ ഓവൻസ് ആ മാച്ച് ലൂസ് ചെയ്യും, കോഡി റോഡ്സ് ആയിരിക്കും ജയിക്കുന്നത്. അതിനുശേഷം കെവിൻ ഓവൻസ് റോയൽ റംബിളിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും മാച്ച് പോകുന്നതും. അതുപോലെ തന്നെ റാൻഡി ഓർട്ടൺ റിട്ടേൺ ചെയ്യുന്നതും. അടുത്തത് ബ്രോൺ സ്ട്രോമൻ, പെൻറ്റ, ചാഡ് ഗേബിൾ, LA നൈറ്റ്, ലോഗൻ പോൾ, അന്ത്രാദെ, ദ മിസ്, കാരിയൻ ക്രോസ്, സാമി സെയിൻ, JD മക്ഡോണ, കോഫി കിങ്സ്റ്റൺ ആൻഡ് സേവിയർ വുഡ്സ്. പിന്നെ ഇപ്പോൾ TNAയുമായിട്ട് WWEക്ക് ഒരു പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് എന്തായാലും ഒരു ചാമ്പ്യനെ നമുക്ക് പ്രതീക്ഷിക്കാം. നിക് നെമത്ത്, അതായത് മുമ്പ് WWE ഉണ്ടായിരുന്ന ഡോൾഫ് സിഗ്ലർ, ഇപ്പോൾ WWE ജസ്റ്റ് റീസെൻ്റ്ലി പോയിട്ട് TNAയിൽ ജോയിൻ ചെയ്തതുകൊണ്ട് എന്തായാലും നിക് നെമത്ത് ഇതിനകത്ത് കാണുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. അതിന് പകരം മൂസ് ആണ് ഇപ്പോൾ അവിടുത്തെ TNA എക്സ് ഡിവിഷൻ ചാമ്പ്യൻ. അതല്ലാതെ ഇപ്പോൾ അവിടുത്തെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ജോ ഹെൻറി ഈ ജസ്റ്റ് റീസെൻ്റ്ലി ഭയങ്കര NXTയിലൊക്കെ വന്ന് വലിയ ഫേമസ് ആയിരുന്നു. മേ ബി ജോ ഹെൻറി ആകാം. ഓക്കെ, നെക്സ്റ്റ് ജേക്കബ് ഫാത്തു, ടാമറ്റോങ്ക, സോളോ സിക്കോവ, ബ്രോൺ ബ്രേക്കർ. അപ്പോൾ ഇതാണ് എൻ്റെ 30 പേരുടെ ലിസ്റ്റ് എന്നുള്ളത്. ഇതിന് അക്കോർഡിംഗ് ടു ദ സ്റ്റോറി ലൈൻ ഈ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നത് വിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് CM Punk തന്നെയാണ്. CM Punk ഈ റോയൽ റംബിൾ വിൻ ചെയ്തിട്ട് ഗന്ധറിനെ ഫേസ് ചെയ്യാനായിട്ടാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ജെയ് യൂസോ വേഴ്സസ് ഗന്ധറാണ്. ഗന്ധർ പെട്ടെന്ന് ലൂസ് ചെയ്ത് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗന്ധറായിരിക്കും സ്റ്റിൽ ചാമ്പ്യനായിട്ട് റസൽമാനിയയിലേക്ക് പോകുന്നത്. ഈ റോയൽ റംബിളിൽ നിന്നും CM Punk വിൻ ചെയ്തിട്ട് ഗന്ധറിനെ ചാലഞ്ച് ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ WWE റോയൽ റംബിൾ 2025 മെൻസ് ഓവർ ദ ടോപ്പ് ഓഫ് ബാറ്റിൽ റോയൽ മെയിൻ ഇവൻറ്റ് പ്രഡിക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.